അങ്ങനെ സാംസങ്ങിന്റെ S26 സീരീസുകൾ ലോഞ്ച് ചെയ്യാൻ പോവാണ്. കഴിഞ്ഞ തവണത്തെ വെച്ച് നോക്കുമ്പോൾ ഇഷ്ടംപോലെ ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ചേഞ്ചസ് ഏതൊക്കെയാണുള്ളത് ഓരോന്നായിട്ട് നോക്കാം. അത് തന്നെ ഡിസൈൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഡിസൈനിൽ മെയിനായിട്ട് വരാൻ പോകുന്ന ചേഞ്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ക്യാമറ ഡിസൈനിന്റെ കാര്യത്തിലാണ്. ഫോൾഡിലും അതുപോലെ തന്നെ S25 എഡ്ജിലൊക്കെ കണ്ടിരുന്ന അതേ ഒരു ക്യാമറ കട്ടൗട്ട് ഈ തവണ എല്ലാ സാംസങ്ങിന്റെ S26 വേരിയൻസിനും വരാൻ പോവാണ്. ഇത് കൂടാതെ തന്നെ അൾട്രയിൽ എഡ്ജസ് എന്ന് പറയുന്നത് ഭയങ്കര ഷാർപ്പ് എഡ്ജസ് ആണ്. എന്നാൽ അത് കുറച്ചും കൂടി കർവി എഡ്ജസ് ആയി മാറാൻ പോവാണ്. അതും വളരെ നല്ല കാര്യമാണ്. ഇത് കൂടാതെ തന്നെ കുറെ വ്യത്യസ്തമായ കളേഴ്സുകൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് നമ്മുടെ ആപ്പിളിന്റെ ഓറഞ്ച് കളറാണ്. ഇത് കൂടാതെ തന്നെ ആപ്പിൾ ടൈറ്റാനിയത്തിനെ ഉപേക്ഷിച്ചു. അതേപോലെ തന്നെ സാംസങ്ങും ടൈറ്റാനിയത്തിനെ ഉപേക്ഷിക്കാൻ പോവാണ്. അലുമിനിയത്തിലേക്ക് അവർ വീണ്ടും തിരിച്ചു വരാൻ പോവാണ്. ഇതും കുറെ പേര് പ്രതീക്ഷിച്ച കാര്യം തന്നെയാണ്. കാരണം ആപ്പിൾ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ സാംസങ് ചെയ്യും എന്നുള്ള കാര്യം നമ്മൾ പണ്ട് തൊട്ടേ കണ്ടുവരുന്ന കാര്യമാണ്. അതിലൊരു വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. അത് തന്നെയാണ് അവർ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിന്റെ ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ക്യാമറയിൽ വലിയൊരു ചേഞ്ചസ് ഒന്നും വരുന്നില്ല. ബേസിലും അതുപോലെ തന്നെ പ്ലസ് വേരിയന്റിലും സെയിം ക്യാമറ സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. ആകെ ഒരു വ്യത്യാസം വരുന്നത് അൾട്രയിലാണ്. അതിന്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് മെയിൻ ക്യാമറ 200 MB അപ്പറേച്ചർ കുറച്ചും കൂടി ഒന്ന് കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 47% കൂടുതൽ ലൈറ്റ് ക്യാപ്ചർ ചെയ്യാനുള്ള കപ്പാസിറ്റീസ് ഉണ്ടാവും. അതേപോലെ തന്നെ ടെലിഫോട്ടോന്റെയും അപ്പേച്ചർ കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 38% കൂടുതൽ ലൈറ്റ് ക്യാപ്ചർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റീസ് ഉണ്ടാവും. ഇതോടുകൂടി തന്നെ നൈറ്റ് ഫോട്ടോഗ്രാഫിയിൽ സാംസങ് നല്ല തോതിൽ ഒരു എഡ്ജ് വരാനും നല്ലൊരു ഇംപ്രൂവ്മെന്റ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ പുതിയ സോഫ്റ്റ്വെയർ ആണ്, പുതിയ പ്രൊസസ്സറാണ്. അതുകൊണ്ട് തന്നെ അതിലും ക്യാമറ ഡിപ്പാർട്ട്മെന്റിലൊക്കെ ചെറിയൊരു ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും. അല്ലാതെ ഹാർഡ്വെയർ ബേസ് ചെയ്തിട്ട് സാംസങ്ങിന്റെ ക്യാമറ ഡിപ്പാർട്ട്മെന്റിൽ വലിയൊരു ചേഞ്ചസ് ഒന്നും ഇല്ല. അത് ഓൾറെഡി എക്സ്പെക്ട് ചെയ്തതാണ്. അതേപോലെ തന്നെയാണ് നടക്കുന്നത്. ഇനി ഡിസ്പ്ലേന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആകെ 2 ഡിവൈസസിൽ മാത്രമേ ചേഞ്ചസ് വരുന്നുള്ളൂ. ഒന്നെന്ന് പറയുന്നത് ഇതിന്റെ ബേസ് വേരിയന്റ് ആണ്. അതിന്റെ ഡിസ്പ്ലേന്റെ സൈസ് മാറുന്നുണ്ട്. 6.2 നിന്ന് 6.3 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ബാക്കിയെല്ലാം കഴിഞ്ഞ തവണത്തെ പോലെ തന്നെയാണ്. പ്ലസിൽ 6.7ഉം മറ്റേതിൽ 6.9 ആയിട്ട് തന്നെ ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ ഒരു ബിഗ് ചേഞ്ച് എന്ന് പറയുന്നത് അൾട്രയിലാണ് വരാൻ പോകുന്നത്. ഇത്തവണത്തെ ഡിസ്പ്ലേ ഒരു മാറ്റമാണ്. M40 ഓയിൽഡ് എന്ന് പറഞ്ഞൊരു ഡിസ്പ്ലേ ആണ് വരാൻ പോകുന്നത്. അതിൽ OCB എന്ന് പറഞ്ഞ പുതിയൊരു ടെക്നോളജി ഒക്കെ വരുന്നുണ്ട്. അതോടുകൂടെ തന്നെ കഴിഞ്ഞ തവണത്തെ ഡിസ്പ്ലേനെക്കാട്ടും കൂടുതലായ കളർ അക്യുറൻസിയും അതുപോലെ തന്നെ കൂടുതൽ ബ്രൈറ്റ്നസ്സിലേക്ക് പോകാൻ സാധിക്കും. അതും 20 തൊട്ട് 30% പവർ എഫിഷ്യന്റ് കൂടി ആയിരിക്കും എന്നാണ് കേൾക്കുന്നത്. അത് വലിയൊരു സംഭവമൊക്കെ തന്നെയാണ്. ഇത് കൂടാതെ തന്നെ നിങ്ങൾ കുറെ പേര് കേട്ടിട്ടുള്ള കാര്യമായിരിക്കും, ഈ തവണ പ്രൈവസി ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു പുതിയ സെറ്റപ്പും കൂടി വരുന്നുണ്ട്. സാധാരണ നമ്മളൊക്കെ ഈ പ്രൈവസി ഡിസ്പ്ലേ ആയിട്ട് ഉപയോഗിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രീൻ ഗാർഡുകളാണ്. നമുക്ക് അങ്ങനത്തെ ഒരു ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കും. ആവശ്യം കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ക്രീൻ ഗാർഡ് പറിച്ചു കളയും. അങ്ങനെ പൈസ നഷ്ടപ്പെടും. വീണ്ടും വേണമെങ്കിൽ വീണ്ടും ഒട്ടിക്കും, വീണ്ടും പൈസ ചിലവാക്കും. അങ്ങനെ ഒരു പോളിസിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇനി മുതൽ അതിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല. സാംസങ് സോഫ്റ്റ്വെയർ ബേസ് തന്നെ ഇങ്ങനെ ഒരു ടെക്നോളജി കൊണ്ടുവന്നിരിക്കുകയാണ്. അത് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിൽ നിന്നും മുകളിൽ നിന്നൊന്നും നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കില്ല. സ്ട്രൈറ്റ് ആയി നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഡിസ്പ്ലേ കാണാൻ സാധിക്കൂ. ഇത് വളരെ നല്ലൊരു സംഭവം തന്നെയാണ്. കാരണം നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചില ഏവന്മാർക്ക് ഭയങ്കരമുള്ള ഒരു പരിപാടിയാണ് തൊട്ടടുത്തുള്ളവന്മാരെ ഫോണിലേക്ക് ചൊറിഞ്ഞ് നോക്കുക എന്ന് പറയുന്നത്. ഇത് ഓണാക്കി നോക്കുമ്പോൾ അവരൊരു മണ്ണും കാണാൻ സാധിക്കില്ല. നോക്കുമ്പോൾ ഒരു ബ്ലാക്ക് സ്ക്രീൻ. ഇത് വളരെ ഒരു സെറ്റപ്പാണ്. ഈ തവണത്തെ മിക്കവാറും വലിയൊരു ഹൈലൈറ്റ് ആവാനും ഇതാവാൻ സാധ്യത എന്ന് പറയുന്നത്. കാരണം സാംസങ്ങിന്റെ ഈ തവണത്തെ ഫോണിൽ വേറെ സംഭവം ഇതൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ മെയിൻ മാർക്കറ്റിംഗ് ആയിരിക്കും പ്രൈവസി ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഇനി പ്രൊസസ്സറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾ റൂമേഴ്സിലൊക്കെ കേട്ട പോലെ തന്നെ S26ലും S26 പ്ലസിലും എക്സിനോസിന്റെ 2600 എന്ന് പറഞ്ഞൊരു പ്രൊസസ്സർ ആയിരിക്കും വരുന്നത്. ഇത് 2 നാനോമീറ്ററിൽ വരുന്ന ഒരു പ്രൊസസ്സറാണ്. പക്ഷേ ഇത് സ്നാപ്ഡ്രാഗൺ എത്രത്തോളം പെർഫോമൻസ് കിട്ടും എന്നുള്ള കാര്യത്തിൽ അറിയില്ല. അതേപോലെ തന്നെ കുറെ ആൾക്കാർ മേടിച്ച് ഉപയോഗിക്കുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ ഇതിന് ഇസ്തിരിപ്പെട്ടിയായിട്ടും കൂടി ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യമൊക്കെ. ഇനി അൾട്രയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അതിൽ വന്നിരിക്കുന്നത് സ്നാപ്ഡ്രാഗന്റെ 8 Gen 5ന്റെ പ്രൊസസ്സറാണ്. അതും സ്പെഷ്യലി കസ്റ്റമൈസ്ഡ് ഫോർ ഗാലക്സി ആണ്. ഇതിന്റെ ബെഞ്ച്മാർക്ക് സ്കോർ ഒക്കെ ആപ്പിളിന്റെ A19 ഉൾപ്പെടെ തോപ്പിക്കുന്നുണ്ട്. അപ്പോൾ പെർഫോമൻസിന്റെ കാര്യത്തിൽ ഒരു കുറ്റവും പറയുന്നത് അടിപൊളിയൊക്കെ തന്നെയാണ്. അതിന് ബാറ്ററിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതിൽ വരുന്ന മെയിൻ ചേഞ്ച് എന്ന് പറയുന്നത് ബേസ് വേരിയന്റ് ബാറ്ററിന്റെ സൈസ് കുറച്ചും കൂടി കൂടുന്നുണ്ട്. 4000 mAh നിന്ന് 4300 mAh ആയിട്ട് മാറുന്നതായിരിക്കും. അതിൽ ബാക്കിയുള്ളതിലൊക്കെ സെയിം ബാറ്ററി കപ്പാസിറ്റി തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. പിന്നെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് അൾട്രയിലെ ചാർജറിന്റെ കപ്പാസിറ്റി കൂടുന്നുണ്ട്. 45 വാൾട്ടിൽ നിന്ന് 60 വാൾട്ടിലേക്ക് അത് മാറുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ 75% 30 മിനിറ്റിനുള്ളിൽ ഫുൾ ചാർജ് ആവുമെന്നാണ് പറയുന്നത്. ഇത് അത്ര വലിയ സംഭവമായിട്ടൊന്നും പറയാനില്ല. കാരണം ചൈനീസ് ഫോണുകൾ ഇതിനെക്കാട്ടും വലിയ ബാറ്ററി വെച്ചിട്ട് ഇതിനെക്കാട്ടും വേഗത്തിൽ ചാർജ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒക്കെ ബാറ്ററി ചാർജിങ് കപ്പാസിറ്റി സെയിം ആയിട്ട് തന്നെ ഇരിക്കും. അതേപോലെ തന്നെ S26 സീരീസിലെ മാക്സേഫ് സപ്പോർട്ടും കിട്ടുന്നതായിരിക്കും വിത്ത് G2 സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഇതിലൂടെ നിങ്ങൾക്ക് മാക്സേഫ് സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസസുകളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതേപോലെ തന്നെ 25 വാൾട്ടിന്റെ വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഇനി ഇതിന്റെ സോഫ്റ്റ്വെയറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ One UI 8.5 ആയിരിക്കും വരുമെന്നാണ് കേൾക്കുന്നത്. അതിൽ സോഫ്റ്റ്വെയറും സെക്യൂരിറ്റി അപ്ഡേറ്റും രണ്ടും 7 വർഷം കിട്ടുമെന്നാണ് പറയുന്നത്. അതിന് പ്രൈസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ മിക്കവരും പറയുന്നത് പ്രൈസ് ഇംപ്രൂവ്മെന്റ് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. എങ്കിൽ പോലും ചിലവരൊക്കെ പറയുന്നത് 10,000 രൂപയുടെ അടുത്ത് കൂടാന്നാണ്. അതിലെന്താണ് സത്യാവസ്ഥ എന്നുള്ളത് ലോഞ്ച് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. ഇത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ഫെബ്രുവരി 25 തീയതിയാണ്. മാർച്ച് 11 ഇതിന്റെ സെയിൽസും തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ ഈ ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്നുള്ളത് കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.